ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പാത്തൂസ് ബ്യൂട്ടി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന ഡെയിലി കാണുന്ന ഒരു സംഭവമാണല്ലോ എൻ്റെ റൂം. അപ്പോൾ എൻ്റെ റൂം എന്നും ഞാൻ മേക്ക് ഓവർ ചെയ്യണം എന്ന് എപ്പോഴും നിങ്ങളോട് പറയാറുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എൻ്റെ റൂമിൻ്റെ ഒരു അവസ്ഥ പറയുന്നത് ഇതാണ്. ഒരുപാട് പറഞ്ഞാൽ നല്ലോണം ചളി പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തൊക്കെ നല്ല ചളിയുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും കുട്ടികൾ പെരുമാറുന്ന സ്ഥലമായതുകൊണ്ട്, അധികം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ് തോന്നും അവിടെ നല്ല ചളിയുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം ഇതവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കിടക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ ഇതവിടെ ഏറ്റവും കൂടുതൽ ഒരു വൃത്തിയില്ലാതെ തോന്നിയിരുന്നത് ഈ മുകളിലാണ് കേട്ടോ. മുകളിലൊരു കിനിവ് പോലെ ഉണ്ടായിരുന്നു. മുകളിൽ വെള്ളം നിന്നിട്ട് അതിൻ്റെ ഒരു കിനിവ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതാണ് അപ്പോൾ തീരെ ഒരു വൃത്തിയില്ലാത്ത പോലെയായിരുന്നു ഒക്കെ എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ എനിക്ക് റൂമിനൊരു ചെറിയൊരു മാറ്റം വരുത്തണം, എന്തെങ്കിലും ചെറുതായിട്ടൊരു മേക്ക് ഓവറൊക്കെ ചെയ്യണം എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ്. പിന്നെ നമ്മളിത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ നടക്കാതെ പോവുകയുള്ളൂ. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ഒന്ന് മെനക്കെട്ട് ഇറങ്ങാം. നമ്മൾ വിചാരിച്ചാൽ പിന്നെ നടക്കാത്ത കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ റൂമത്തെ കർട്ടനൊക്കെ കഴിക്കും. പിന്നെ അതുപോലുള്ള അവിടെയുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഒഴിവാക്കും. മാറാല തട്ടിക്കൊട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിലൊന്നും എങ്ങനെയായാലും വേറൊരാളുടെ സഹായം വേണമല്ലോ. അപ്പോൾ ഒരാളുണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയ സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള ചെറുതായിട്ടുള്ള കുറച്ച് ക്ലിപ്പുകളൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഞാനിതാ പ്രൈമറാണ് കേട്ടോ അടിക്കുന്നുണ്ടായിരുന്നത്. മേലെ ബ്രഷ് കൊണ്ട് മേൽഭാഗമൊക്കെ ഞാൻ ബ്രഷ് കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, ആ മുക്കും മൂലൊക്കെ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഈ ഒരു ഇതോട്ടാണ് കേട്ടോ, സ്റ്റിക്ക് കൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു റോൾ വെച്ചിട്ട്. പ്രൈമറൊക്കെ ഫുള്ളായിട്ട് അടിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേറൊരു കളർ പെയിൻ്റാണ് കേട്ടോ അടിക്കണത്. ഒരു പച്ച കളറാണ്, ഐസ് ഗ്രീൻ എന്നൊക്കെ പറയും. പിസ്ത പച്ച പോലത്തെ ഒക്കെ ഒരു കളറാണ് കേട്ടോ. അത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഒന്നും കൂടി നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു കളറ്. സത്യത്തിൽ ഞാൻ വെറും പ്രൈമർ അടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വിചാരിച്ചു റൂമിലുള്ള എല്ലാ സാധനവും കംപ്ലീറ്റ് സാധനം നമ്മൾ പുറത്തേക്ക് വെച്ചിട്ട് ഇതിനായിട്ടൊന്ന് മെനക്കെട്ടിട്ട് നമ്മൾ നിൽക്കുകയാണല്ലോ. അപ്പം വിചാരിച്ചു എന്നാൽ കളർ പെയിൻറ്റും കൂടെ ഉണ്ട് ചെയ്യാമെന്ന്. എന്തായാലും നമ്മളിത് മെനക്കെട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്ന് ഫുള്ള് കളറായിക്കോട്ടെ വിചാരിച്ചു. കാരണം വെള്ള പെയിൻ്റ് ആകുമ്പോൾ ഇപ്പോൾ ഡെയിലി ഇത് ഇവിടെ നമ്മൾ കട്ടിലിട്ടിട്ട് കിടക്കണ കാരണം വെള്ള പെയിൻ്റൊക്കെ ആകുമ്പോൾ എപ്പോഴും ചളിയാകുകയാണ്. അപ്പോൾ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പച്ച, പിന്നെ കുറേ ആയി എനിക്കൊരു പച്ച കളറിനോടൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും എന്നാൽ പിന്നെ അതെന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്തും കൂടിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നെ വാങ്ങിയതാണ് കേട്ടോ പെയിൻറ്റ്. കളറൊക്കെ ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ശരിക്കും പെയിൻ്റ് അടിക്കലൊന്നല്ല കേട്ടോ പണി തോന്നിയതൊക്കെ. പെയിൻ്റൊക്കെ അടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നിലത്ത് ഞാൻ പേപ്പറൊക്കെ ഒന്ന് വിരിക്കാൻ അതൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അതൊക്കെ മടിച്ചിട്ട് ചെയ്യാതിരുന്നതാണ് കേട്ടോ. അതൊക്കെ പിന്നീട് എനിക്കത് എന്നാലും പെട്ടെന്ന് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വല്ലാതെ കൊണ്ട് നമ്മൾ ഇട്ട് വരുതേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊക്കെ തന്നെ തുടക്കണ കാരണം പെട്ടെന്ന് തന്നെ അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ രണ്ട് സൈഡിലേക്ക് ഈ ഒരു കളറും പിന്നെ മറ്റേ രണ്ട് സൈഡിലേക്കും വേറൊരു കളറാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ പച്ച കളറ് അടിച്ച ഭാഗത്തൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മറ്റേ സൈഡിൽ അടിച്ചുള്ള കളറ് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ ആയി പോയിട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പ്രൈമറിൽ അവരൊരു കളറ് തന്നിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കളറ് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കളറ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിച്ച് പോയതാണ്. പക്ഷേ അത് ലാസ്റ്റ് ഒരു ബ്ലൂ കളറായിപ്പോയി. പിന്നെ എൻ്റെ ഒരു ഹാളിൻ്റെ ഒരു അവസ്ഥ അതായിരുന്നു കേട്ടോ. ഞാൻ റൂമിലുള്ള കംപ്ലീറ്റ് സാധനം കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹാളിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പെയിൻ്റ് അടിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ മുഴുവനും ഇതൊക്കെ ഒന്ന് സെറ്റായി വരണ്ടേ, ഇനി സാധനങ്ങളൊക്കെ ഓരോ സ്ഥലത്തായിട്ട് കൊണ്ടുപോയി വെക്കണ്ടേ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, എല്ലാതും നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ പെയിൻ്റ് അടിക്കുകയാണെങ്കിലും ഇത് കൊണ്ടുപോയി വെക്കലാണെങ്കിലും എല്ലാതും ഒരാൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ എല്ലാതും സെറ്റായിട്ട് വരുമ്പോൾ തന്നെ ഒരു സമയമാവുമല്ലോ. അങ്ങനത്തെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞു എന്നാട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റൂമിലുള്ള ഫുള്ള് ക്ലീനാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പെയിൻ്റൊക്കെ ഉരക്കും തുടക്കമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഫുള്ള് കംപ്ലീറ്റ് പോയി. പിന്നെ അതിന് ശേഷം ഞാനിതാ ഇവിടെ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്താലും എനിക്കൊരു ബ്ലൂ കളർ ഈ പച്ചൻ്റെ കൂടെ ഒരു മാച്ചും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ടെൻഷൻ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു.
പിന്നെ ഞാൻ വേറെ നോക്കിയില്ല കേട്ടോ. പിറ്റേ ദിവസം തന്നെ ഞാനൊരു വെള്ള പെയിൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രൈമർ അടിച്ച് കഴിഞ്ഞാൽ കളർ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെയിൻറ്റ് തന്നെ വെള്ള പെയിൻറ്റ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് അടിച്ച് നോക്കിയിട്ടോ. അപ്പോൾ അത് ഒരു വട്ടമൊക്കെ ഞാൻ അടിച്ച് നോക്കി നോക്കുമ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത് അടിക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ 2 മണിക്കൂറൊന്നും ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 3 കോട്ടുണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ പെയിൻ്റ് അടിക്കലൊക്കെ എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ റൂമിലത്തെ കുറേ ഇനി സെറ്റാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ വെള്ള പെയിൻറ്റ് കൊടുത്തത് ഇതപ്പോൾ അത് ഏകദേശം ആ ഒരു ബ്ലൂ കളർ മാറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴൊക്കെ ചെറിയൊരു ബ്ലൂ കളർ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വല്ലാതെ മെനക്കെടാൻ വെച്ച കാരണം 2 ദിവസമായി ഇതിനായിട്ട് ഇങ്ങനെ നിൽക്കണു. 3 കോട്ടൊക്കെ അടിച്ചപ്പോൾ തന്നെ ഏകദേശം കളർ മാറിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു കോട്ടും കൂടി അടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ആ ഒരു ബ്ലൂവിൻ്റെ ഫുള്ളായിട്ടൊന്ന് മാനിയിട്ടുണ്ട്. അത് സൂക്ഷിച്ച് നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു ബ്ലൂ കാണുന്നുള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കർട്ടനൊക്കെ ഇടാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെയിൻറ്റ് പണിയും കാര്യങ്ങളും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ അടുത്ത പണിയെന്ന് പറയുന്നത് ഈ ഒരു തുണികൾ മൊത്തം ഈ ഒരു ഷെൽഫൊക്കെ മടക്കി വെക്കണം. അതാണ് എൻ്റെ ഒരു അടുത്ത പണിയെന്ന് പറയുന്നത് കേട്ടോ. കാരണം ഇനിയൊക്കെ പഴയതുപോലെ തന്നെ ആയി കിട്ടണമല്ലോ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മീഷോന്നാണ്. വാൾപേപ്പറാണ് കേട്ടോ. നമ്മളെ റാക്കിലൊക്കെ അങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു വാൾപേപ്പറാണ്. വാട്ടർ പ്രൂഫാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആ ഒരു വാൾപേപ്പർ. ഇതൊരു 3 റോളുണ്ട്. പിന്നെ ഇതധികം റേറ്റ് ഒന്നുമില്ല. ഏകദേശം ഒരു 150 രൂപയുടെ ഉള്ളിലുള്ളതന്നെ ഉള്ളൂ. കുറഞ്ഞ റേറ്റ് തന്നെ ഉള്ളൂ. അപ്പോൾ 3 എണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിലെനിക്ക് രണ്ട് റാക്കിലേക്ക് ഒരെണ്ണം മതി. അങ്ങനെ ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെൻ്റെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷേ ഇത് ഒട്ടിക്കാൻ പറഞ്ഞാൽ നല്ല പണി ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊരു ചുരുങ്ങലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇതോട് കൂടിയിട്ട് എൻ്റെ റൂമിൻ്റെ ഫുള്ളായിട്ടുള്ള മേക്ക് ഓവറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ റൂമിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടാവും. അതൊന്നും നിങ്ങൾ ആരും കാര്യമാക്കണ്ട. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ